പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ബെനഡിക്റ്റിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. കത്തോലിക്ക സഭയിലെ വലിയ മാറ്റങ്ങൾക്ക് കാരണക്കാരനായ, വലിയ വിശ്വാസ സത്യങ്ങളിലൂടെ സഭയെ നയിക്കാൻ പരിശുദ്ധാത്മാവ് പ്രത്യേകം നിയോഗിച്ച ഒരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവനും ഇങ്ങനെ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചായിരുന്നു. ഇന്നത്തെ പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമ. അവിടുത്തെ മഹിമ എങ്ങനെയാണെന്ന്, എപ്രകാരമാണെന്ന് ഒന്നാമത്തെ വായനയിൽ നമ്മൾ വായിക്കുന്നു. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദൈവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. ഇനി ഒരു ദേവാലയത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുമ്പോൾ ഈ ഒരു വചനം ഉള്ളിലുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കാല് കുത്താനായിട്ട് ഒരു നിമിഷം ഒന്ന് ആലോചിക്കും. കുത്തുന്ന കാലിങ്ങനെ ഷോക്കടിച്ചാൽ എന്നതുപോലെ, തീയിൽ ചവിട്ടിയാൽ എന്നതുപോലെ നമ്മൾ തിരിച്ചെടുക്കും. കാരണം വചനം പറയുന്നുണ്ട്, കർത്താവ് ഉന്നതമായൊരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദൈവാലയം മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. ആലോചിച്ച് നോക്കിയേ, കർത്താവിൻ്റെ വസ്ത്രം കൊണ്ടിങ്ങനെ ദൈവാലയം മൂടിയിട്ടിരിക്കുക. ദേവാലയത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കർത്താവ് ഇരിക്കുന്നു. ആ ആൾത്താരയിൽ അവിടുത്തെ വസ്ത്രം മുഴുവൻ ഇങ്ങനെ, ദേവാലയം മുഴുവൻ ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്നു. കർത്താവിൻ്റെ വസ്ത്രത്തിൽ ചവിട്ടി നടക്കാനായിട്ട് നമുക്ക് ധൈര്യം ഉണ്ടാവും. അത്രയ്ക്ക് മഹോന്നതനായൊരു ദൈവം എനിക്ക് വേണ്ടി ഇങ്ങനെ സ്വർഗം വിട്ടിറങ്ങി വരുന്നതിനെ കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ്. അവിടെ സെറാഫുകൾ നിൽക്കുന്ന കാഴ്ചയുണ്ട്. അവയ്ക്ക് 6 ചിറകുകൾ ഉണ്ടായിരുന്നു എന്ന് പറയണേ. 2 ചിറകുകൾ മുഖം മറയ്ക്കാനായിട്ട്, 2 ചിറകുകൾ പാദം മറയ്ക്കാനായിട്ട്, 2 ചിറകുകൾ പറക്കാനുള്ളത്. എത്ര ഭയഭക്തിയോടുകൂടിയാണ് അവർ കർത്താവിൻ്റെ മഹത്വത്തിന് മുൻപിൽ നിന്നിരുന്നത്. അവരെ എന്നിട്ട് ഉറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ട് പാടുന്നുണ്ട്, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞു നിൽക്കുന്നു. അതാണ് പ്രതിവചന സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്. കർത്താവ് വാഴുന്നു, അവിടുന്ന് മഹിമയണിഞ്ഞിരിക്കുന്നു. അവിടുത്തെ വലിയ മഹത്വത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ പ്രവാചകന് തന്നെക്കുറിച്ച് തന്നെയുള്ള വലിയ ലജ്ജ തോന്നുന്നുണ്ട്. അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട്, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുടെ മധ്യേ വസിക്കുന്നവനുമാണ്. ഇത് ആ സമയം സെറാഫുകളിൽ ഒന്ന് പ്രവാചകന്റെ നാവിൽ തീക്കനലുമായി അടുത്ത് വന്നിട്ട് അധരങ്ങളെ സ്പർശിച്ചിട്ട് പറയുന്നുണ്ട്, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു, നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. നമ്മളെ ഇത്രയും മഹോന്നതനായൊരു ദൈവം നമ്മളെ തിരഞ്ഞെടുക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. വിശുദ്ധ ബെനഡിക്റ്റ് എങ്ങനെയാണോ ഈ ദൈവപ്രഭാവത്തെ ധ്യാനിച്ചത്, ആ വലിയ മഹിമയിലേക്ക്, ദൈവമഹിമയിലേക്ക്, സ്വർഗീയ മഹിമയിലേക്ക് മനുഷ്യരെ കൂട്ടിക്കൊണ്ടുപോകാനായിട്ടുള്ള എല്ലാ പഠനങ്ങളിലൂടെയും കടന്നുപോയത്, അതിലൂടെ ആത്മാക്കളെ നേടിയെടുക്കാൻ പരിശ്രമിച്ചത്, അതേ മഹത്വം നമ്മളെ അവിടുത്തെ മഹത്വത്തിലേക്ക് ചേർത്ത് നിർത്താനായിട്ട് വിശുദ്ധീകരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്നാ വായന അവസാനിക്കുന്ന അതാണ്, ആരാണ് നമുക്ക് വേണ്ടി പോവുക, ആരെയാണ് ഞാൻ അയക്കുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. കാരണം കർത്താവ് എന്നെ എത്ര മഹത്വമുള്ള ഒരാളാണെങ്കിലും, ഇത്ര പരിശുദ്ധനാണെങ്കിലും കർത്താവ് എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറയണേ. അത് സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, ഒന്നിനെക്കുറിച്ച് ഓർത്തും ഭയപ്പെടേണ്ട. നിങ്ങളുടെ ആത്മാവിനെ കൊല്ലാൻ കഴിവില്ലാത്ത, ശരീരത്തെ കൊല്ലുകയും ആത്മാവിനെ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരാളെയും നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾ എൻ്റെയാ, ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന മനുഷ്യരാ, കർത്താവിൻ്റെ മനുഷ്യരാണെന്നേ. കർത്താവിനെ മാത്രം പേടിച്ചാൽ മതി. അവൻ്റെ മഹത്വത്തെക്കുറിച്ച്, അവൻ്റെ പരിശുദ്ധിയെക്കുറിച്ചുള്ള ചിന്ത മാത്രം ഉണ്ടായാൽ മതിയെന്ന് വചനം പറയുന്നു. ആത്മാവിനെയും ശരീരത്തെയും നരകത്തിനിരയാക്കാൻ കഴിയുന്നവനെ ഭയപ്പെടുവിൻ. അങ്ങനെ വേറൊരാളെയും നിങ്ങൾ പേടിക്കണ്ട. എൻ്റെ മഹത്വത്തെ, എൻ്റെ പരിശുദ്ധിയിലേക്ക് ചേർന്ന് നിൽക്കാൻ പറ്റാത്ത വിധത്തിലുള്ള നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ആകുലപ്പെട്ടാൽ മതി. കാരണം നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നിങ്ങളെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ്, എൻ്റെ മഹത്വത്തെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടാണ്. ഈ മഹിമയെ ധ്യാനിച്ചു തുടങ്ങണം. ഈ സ്വർഗം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന, ഭൂമി മുഴുവൻ പ്രകാശപൂരിതമാക്കുന്ന കർത്താവിൻ്റെ മഹിമയെക്കുറിച്ച് ധ്യാനിക്കണം. അവിടുത്തെ മഹാപ്രഭാവത്തെക്കുറിച്ച് മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയണം. കർത്താവേ,
ഞങ്ങളുടെ ജീവിതം ഇനി അതിനുള്ളത് വേണ്ടി ആയിരിക്കട്ടെ. ഒപ്പം അങ്ങയുടെ വിശുദ്ധിയോട് ചേർന്ന് നിൽക്കാനായിട്ടുള്ള പരിശ്രമം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് തൻ്റെ പരിശുദ്ധിയിലേക്ക് നമ്മളെ ചേർത്ത് നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ ഭാഗത്ത് നിന്ന് അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ കൂടെ വേണ്ടേ. എന്നിട്ട് വേണം കർത്താവിൻ്റെ ആ മഹാപ്രാഭവത്തെ അനുഭവിച്ചറിഞ്ഞിട്ട് വേണം പുറത്തേക്കിറങ്ങി മനുഷ്യരോട് ഇതേക്കുറിച്ച് പറയാനും ഉദ്ഘോഷിക്കാനും. കർത്താവെ, അങ്ങയുടെ മഹിമ പ്രഭാവത്തിൽ ചേർന്ന് നിൽക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്, അവിടുത്തെ മഹിമയെക്കുറിച്ച് മനുഷ്യരുടെ മുൻപിൽ സാക്ഷ്യം പറയാനായിട്ട് ഞങ്ങളെ ഒരുക്കണമേ എന്ന പ്രാർത്ഥനയോടുകൂടെ നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അങ്ങനെ സ്വയം മനസ്സോടുകൂടെ തയ്യാറാകാനായിട്ട് ആളുള്ളപ്പോൾ കർത്താവിന് സന്തോഷമാണ്. വചനം പറയും, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. ഇതാ ഞാനെന്ന് പറഞ്ഞ് അവിടത്തേക്ക് വേണ്ടി അയക്കപ്പെടാൻ ഒരാൾ തയ്യാറാവുന്നില്ലെങ്കിൽ വചനം ഓർമ്മപ്പെടുത്തും, മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. കർത്താവ് അനുഗ്രഹിക്കട്ടെ, ബലം നൽകട്ടെ, സാക്ഷിയാക്കി മാറ്റട്ടെ. ആമേൻ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.